ഈ ക്വസ്റ്റ്യൻ നോക്കാം. അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. പി എ ആൻഡ് പി ബി ആർ ടാൻജൻസ് ഡ്രോൺ ടു ദ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ഫ്രം an external point P. Then the quadrilateral OAPB is cyclic quadrilateral. അതായത് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, സെൻറ്റർ ഒറിജിൻ ആണ്. പി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ പോയിൻ്റ് ആണ്. പി എന്ന് ടാൻജൻസ് വരച്ചിരിക്കുകയാണ്, പി എ ആൻഡ് പി ബി. നമുക്കിങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്നാണ് അസർഷൻ എ പറയുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ? 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഒരു ക്വാഡ്രിലാറ്ററൽ എങ്ങനെ സൈക്ലിക് ആവുന്നത്? ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 വെർട്ടീസസിൽ കൂടിയും ഒരു സർക്കിൾ പാസ് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? അതിൻ്റെ 4 വെർട്ടീസസിൽ കൂടിയും ഒരു സർക്കിൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വെറുതെ റഫായിട്ട് വരയ്ക്കുന്നതാണ്, അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും 2, ഇത് തന്നെയാവണമെന്നില്ല, വേണമെങ്കിൽ ഇതാവാം, ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആണെങ്കിൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒ എ ബി, ഇവിടെ കാണുന്ന ക്വാഡ്രിലാറ്ററില്ലേ ഒ എ പി ബി, ഇത് സൈക്ലിക് ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇത് സൈക്ലിക് ആണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ആംഗിൾ 90 അല്ലേ? നോക്കിയേ, ഈ ആംഗിൾ 90 ആണ്. ആ ടാൻജൻറ്റും ആ ഒ എയും പെർപെൻഡിക്കുലറാണ് നമുക്കറിയാം. അതേപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ടല്ലോ 90 ഡിഗ്രി. ടാൻജൻറ്റും റേഡിയസ് ത്രൂ ദ കോണ്ടാക്ട് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 2 ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇത് രണ്ടും? ഇവിടെ എയും ബിയും ആഡ് ചെയ്യുമ്പോൾ 90 + 90 അല്ലേ വരാം? ഇവിടെ ഞാൻ എഴുതാം, എ പ്ലസ് ആംഗിൾ ബി വിൽ ബി 90 + 90, 180 ഡിഗ്രി ആയല്ലോ. ഹെൻസ് ഇറ്റ് ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഒ എ പി ബി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ അത് ക്ലിയറായി. അസർഷൻ എ ട്രൂ ആണ്. റീസൺ ആർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത 180 ഡിഗ്രി കിട്ടണം, അത്രയേ ഉള്ളൂ. ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അസർഷൻ എ ട്രൂ ആണ്, റീസൺ ആർ ഫോൾസ് ആണ്. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻ സി ആണ് ആൻസർ.